ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോതമംഗലത്തെ ഈഴവ സമൂഹത്തെ കോൺഗ്രസ് അവഗണിച്ചതായി SNDP യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മറ്റു മുന്നണികളെല്ലാം അർഹമായ പരിഗണന ഈഴവ സമുദായത്തിന് നൽകിയപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും ഈഴവ സമൂഹത്തെ അവഗണിച്ചുവെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ താലൂക്കിലെ നഗരസഭയിലും 10 പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകാതെ കോൺഗ്രസും UDFും ഈഴവരെ പാടെ അവഗണിച്ചതായി SNDP താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ പ്രതിഷേധമറിയിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോതമംഗലം താലൂക്കിൽ 10 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായിട്ടാണ് SNDP യോഗം കോതമംഗലം യൂണിയൻ്റെ 26 ശാഖകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ 10 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമായിട്ടുള്ള 3 പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് SNDP യൂണിയൻ്റെ ഭാരവാഹികൾ ആശയവിനിമയം നടത്തുകയും ശ്രീനാരായണ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈഴവർക്ക് മതിയായ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ CPM നേതൃത്വം കൊടുക്കുന്ന LDF ഏകദേശം 30ഓളം സീറ്റുകളിൽ പരിഗണിക്കുകയും 2 ബ്ലോക്ക് സീറ്റ് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. BJP നേതൃത്വം കൊടുക്കുന്ന NDA നേതൃത്വവും 15-ൽ പരം സീറ്റുകൾ നൽകി പരിഗണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF 5-ൽ താഴെ സീറ്റുകൾ മാത്രം നൽകിയാണ് ഈ ഏകദേശം 209ഓളം സീറ്റുകളുള്ള ഈ പ്രദേശത്തെ ഈ 10 പഞ്ചായത്തുകളിലും ഈ മുനിസിപ്പാലിറ്റിയിലുമായിട്ടുള്ള പരിഗണന ഈഴവ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 26 ശാഖയുടെയും ഭാരവാഹികളുടെ യോഗത്തിൽ ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനം നമ്മളുടെ പ്രതിഷേധം മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അതുപ്രകാരം ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ മാത്രമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. 10 പഞ്ചായത്തുകളിലും നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായി 200-ലേറെ സീറ്റുകളിൽ കേവലം 5 വാർഡുകളിൽ മാത്രമാണ് ഈഴവർക്ക് പ്രാതിനിധ്യം നൽകിയതെന്ന് യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ, വൈസ് പ്രസിഡന്റ് KS ഷിനിൽകുമാർ, സെക്രട്ടറി PA സോമൻ എന്നിവർ അറിയിച്ചു. CPM നേതൃത്വം നൽകുന്ന LDF 30-ൽ പരം വാർഡുകളിലും 2 ബ്ലോക്ക് ഡിവിഷനുകളിലും BJP നേതൃത്വം കൊടുക്കുന്ന NDA 15ഓളം വാർഡുകളിലും ഈഴവരെ സ്ഥാനാർത്ഥികളാക്കി. ഈഴവർക്കർഹമായ പരിഗണന നൽകണമെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് കോൺഗ്രസ് നേതാക്കളെ നേരിൽ കണ്ട് ധരിപ്പിച്ചിരുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിലെങ്കിലും ഈഴവരെ പരിഗണിക്കാമായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ തീർത്തും അവഗണിക്കുകയായിരുന്നു. CPM നേതൃത്വമാകട്ടെ SNDP ഓഫീസിലെത്തി ചർച്ച നടത്തിയിരുന്നു. താലൂക്കിലെ 10 പഞ്ചായത്തുകളിൽ SNDP യോഗത്തിന് 26 ശാഖകളാണുള്ളത്. കോൺഗ്രസ് ഈഴവ സമുദായത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെ യൂണിയനിലെ എല്ലാ ശാഖകളിലും ഭാരവാഹികളുടെ യോഗം ചേർന്ന് പ്രതിഷേധിച്ചത് പൊതുജനങ്ങളെ അറിയിക്കാനായിരുന്നു തീരുമാനം. ഭാവിയിൽ ഈ നിലപാട് തുടർന്നാൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്നും യൂണിയൻ നേതൃത്വം അറിയിച്ചു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.